എൻ്റെ ചാനൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണം. എന്നെ സംബന്ധിച്ച് നല്ല രീതിക്ക് തന്നെ ഹാർഡ് വർക്ക്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ വിമാള വേക്കപ്പ്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എൻ്റെ കുറച്ച് ഡൗട്ട്സും പിന്നെ എനിക്കുണ്ടായ കുറച്ച് അനുഭവവും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷവും ഒത്തിരി സങ്കടവും നിറഞ്ഞൊരു നിമിഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വലിച്ചു നീട്ടൊന്നുമില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, എൻ്റെ അടുത്ത് കുറച്ച് പേര് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാളുവിൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയോ, യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് വന്നോ, വരുമാനം വന്നോ എന്നൊക്കെ. ഞാൻ പോലും അറിഞ്ഞിട്ടുള്ള ഈ വക കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ അവരുടെ വിചാരം നമ്മുടെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടോ. പക്ഷേ യൂട്യൂബിൽ തന്നെ പോളിസിൻ്റെ തന്നെ റൂൾസ് ഉണ്ട്, വാച്ചിങ് അവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അപ്പോൾ അവരുടെ വിചാരം നമ്മുടെ ചാനൽ കുറേ വരുമാനം തരുന്നുണ്ട്, നമ്മുടെ യൂട്യൂബ് നമുക്ക് കുറേ വരുമാനം തരുന്നുണ്ടെന്നാണ് കേട്ടോ. അതൊന്ന് അപ്പോൾ അതൊക്കെ പറയാൻ വന്നത്, എൻ്റെ ചാനൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയിട്ടില്ല, മോണിറ്റൈസേഷൻ ആയിട്ടില്ല കേട്ടോ എൻ്റെ ചാനൽ. രണ്ടാമത്തേത് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അനുഭവമുണ്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. നമ്മളിപ്പോൾ യൂട്യൂബ് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം 2.5 വർഷത്തോളം ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒത്തിരി സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ്, പ്രത്യേകിച്ച് ഇങ്ങനെ കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ഞാൻ എന്നെ തന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടും പിന്നെ യൂട്യൂബിൽ എല്ലാ വ്ളോഗേഴ്സും എല്ലാ ലൈഫ് സ്റ്റൈലും എല്ലാ ഡൈൻമ ലൈഫും ഒക്കെ ഞാനിങ്ങനെ കണ്ട് അഡിക്റ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ 2 വർഷത്തെ മുൻപ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ കേട്ടോ. അല്ലാണ്ട് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് എനിക്ക് കിട്ടും അങ്ങനത്തെ വേറെ മൈൻഡും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ എന്നെ തന്നെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ, എൻ്റെ ലൈഫൊന്നും എല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്. ചാനൽ തുടങ്ങിയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഭയങ്കര കുറവാണ്. കാരണം നമ്മൾ സാധാരണക്കാരാണ്. നമ്മുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്ക് അങ്ങനെ യൂസ് ചെയ്യില്ല, ഇൻസ്റ്റയ്ക്ക് ആയാലും ഭയങ്കര ഫോളോവേഴ്സ് കുറവാണ്. അപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നെ സംബന്ധിച്ച് നല്ല രീതിക്ക് തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. ഓരോ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്രയും കഷ്ടപ്പെട്ട് ഇരുന്നിട്ട് അതിൽ നമ്മൾ വിചാരിച്ചത്ര എന്താ പറയുക വ്യൂസും ലൈക്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടാകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഞാൻ ചില സമയം ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട്, എനിക്കിതൊന്നും വേണ്ടാന്ന് വരെ ഞാൻ ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മനസ്സിനൊക്കെ പാകപ്പെടുത്തിയിട്ട് വീഡിയോസ് ഞാൻ എന്ത് വീഡിയോസ് ആയാലും മുന്നോട്ട് ഞാൻ ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആദ്യ സമയം, അതായത് 2.5 വർഷം മുൻപ് എൻ്റെ ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസൊക്കെ ഇടുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു. പക്ഷേ എനിക്ക് വ്യൂസൊക്കെ നല്ലോണം, സബ്സ്ക്രൈബേഴ്സിനെ അപേക്ഷിച്ച് എനിക്ക് വ്യൂസൊക്കെ നല്ലോണം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഇങ്ങനെ പോയി ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ബ്രേക്കായി. എനിക്ക് ഞാൻ പിന്നെ വീഡിയോസ് ഇടൽ നിർത്തി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വീഡിയോസ് ഇടൽ നിർത്തി. പിന്നെ ഇപ്പോഴാണ് കണ്ടിന്യൂസ്ലി ഞാൻ വീഡിയോസ് ഇട്ട് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. വേറെ നല്ല നമ്മുടെ യൂട്യൂബിലൊരു ഫാമിലി ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കണ്ടൻറ്റ് എടുത്തിട്ടാണ് എല്ലാ യൂട്യൂബേഴ്സും വീഡിയോസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ഷോർട്സിൽ എൻ്റെ യൂട്യൂബിൽ ആ ഷോർട്സ് ആക്കി ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ആ വീഡിയോ നല്ല റീച്ച് കയറിയിട്ടാണ്. അപ്പോൾ പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് വന്ന പോലെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബാക്കി പോപ്പുലറായിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. എന്നാൽ കൂടിയും ലോങ് വീഡിയോ ഞാൻ എൻ്റെ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷോർട്സിൽ ഇപ്പോൾ ഒരു ദിവസം ഒരു 5 ഷോർട്സ് ഉണ്ടെങ്കിൽ 3 പോപ്പുലറും 2 ഞാൻ എൻ്റെ തന്നെ ഇടാനായിട്ട് ഞാൻ നോക്കാറുണ്ട് കേട്ടോ. പക്ഷേ അതിലൊക്കെ ലൈക്കും ഷെയറൊക്കെ ഇങ്ങനെ കൂടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സബ്സ്ക്രൈബേഴ്സൊക്കെ അതിൽ നല്ല രീതിക്ക് കൂടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മണ്ടത്തരമാണ്. ഒരിക്കലും നമ്മളൊരാളുടെ പുറത്തേക്ക് ഒരു വീഡിയോസ് ഇട്ട് നമ്മുടെ യൂട്യൂബിൽ റീച്ചാക്കാൻ പാടില്ല. അതാണ് എനിക്ക് ഏറ്റവും പറ്റിയിട്ടുള്ള ഒരു മണ്ടത്തരം എന്ന് പറയുന്നത്. ഇപ്പോഴല്ല, പാടും, പക്ഷേ അത് നമ്മുടെ യൂട്യൂബിന് ഈ ഒരു പോളിസിക്കൊക്കെ നല്ലതാണെങ്കിൽ നമുക്ക് വീഡിയോസ് ഒക്കെ ഇടണം. അല്ലാത്ത പക്ഷം നമ്മൾ ഇടരുത്. ഇപ്പോഴല്ല, മോണിറ്റൈസേഷൻ്റെ സമയത്ത് നമ്മൾ നല്ല രീതിക്ക് തന്നെ കഷ്ടപ്പെടും. അങ്ങനെ ഞാനിപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എനിക്ക് വ്യൂസും ലൈക്കും പിന്നെ വാച്ചിങ് ഹവേഴ്സൊക്കെ ഇങ്ങനെ ആവാനായി തുടങ്ങിയപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരായിട്ടുള്ളൊരു യൂട്യൂബിനെ സംബന്ധിച്ച് ഈ ഒരു യൂട്യൂബിൽ നിന്ന് നല്ലൊരു മെസ്സേജ് നമ്മളെ അപ്രീസിയേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ കൺഗ്രാസ് ഒക്കെ പറഞ്ഞ മെസ്സേജ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഞാൻ സന്തോഷപ്പെട്ടു. പക്ഷേ ഇന്ന് ഈവനിങ് ഒരു 4 മണിയായപ്പോൾ ഒരു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഓപ്പണായിട്ട് ഞാൻ പറയാം, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആവും. അതിന് വേണ്ടി 3 സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി 2 സ്റ്റെപ്പും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് 3ാമത്തെ സ്റ്റെപ്പിൽ ഞാൻ ഫെയിലായി.
ഈ ഫെയിലായതിൻ്റെ മെയിൻ റീസൺ എനിക്ക് തോന്നണത് നമ്മൾ മറ്റുള്ളൊരാളുടെ വീഡിയോ വെച്ചിട്ട് റീച്ചാക്കിയത് കൊണ്ടായിരിക്കണം. അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഇതാണ് എൻ്റെ ഒരു അനുഭവം. ഈ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ യൂട്യൂബിൽ സ്റ്റാർട്ടിങ് ഉണ്ടാവും, പിന്നെ പകുതിയോളം നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോസ് മാക്സിമം ഇടാം. എനിക്കിതൊന്നും പറഞ്ഞുതരാൻ ആരും ഇല്ലാത്ത കാരണം പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ ഇട്ടപ്പോൾ നല്ല രീതിക്ക് തന്നെ വ്യൂസ് പോയതുകൊണ്ടും നമ്മളത് കണ്ടിന്യൂസിൽ ഇട്ടു. പക്ഷെ അത് തെറ്റാണ് എൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ. ഭയങ്കര ഒരു മിസ്സിങ് അതാണ് എനിക്ക്. ഞാൻ എന്നെ ആരും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഞാൻ സ്വയം കരയാനോ എനിക്ക് അവകാശമുള്ളൂ. കാരണം ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ ഇട്ടതാണ്. അപ്പോൾ എനിക്ക് അതിനെ ചൊല്ലി വേറെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തന്നെ ഒരു ഞാൻ ചെയ്തുല്ലോ എന്നുള്ളൊരു കുറ്റബോധം തോന്നിയിട്ട്. എന്താണിപ്പോൾ നമ്മുടെ വീഡിയോസിൽ ആണെങ്കിൽ നമുക്ക് കോൺഫിഡൻസോടെ വന്ന് ഇവിടെ നിന്ന് പറയാമായിരുന്നു. ഇതിപ്പോൾ മറ്റുള്ളൊരു വീഡിയോസ് എടുത്തിട്ടാണെങ്കിൽ നമ്മൾ കുറച്ച് എഡിറ്റ് ചെയ്ത് അതിലും നമ്മുടെ കഷ്ടപ്പാടുണ്ട് കേട്ടോ, അതൊക്കെ വേറെ കാര്യം. എന്നാൽ കൂടി അതിലൊക്കെ നല്ല രീതിക്ക് വ്യൂസൊക്കെ പോയപ്പോൾ ഭയങ്കര സന്തോഷം. ഒരിക്കലും ചെയ്യരുത്, മറ്റുള്ളൊരു വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യരുത്. മോണിറ്റൈസേഷൻ്റെ സമയത്ത് നമ്മൾ വളരെ ബാഡായിട്ട് ബാധിക്കും നമ്മുടെ ചാനൽ. അവരത് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മളതിനുള്ള യോഗ്യത നേടിയിട്ടില്ല എന്ന് അവർ നമ്മളോട് പറയും. അതാണ് എന്നെ സങ്കടപ്പെടുത്തിയിട്ടുള്ള കാര്യം. കുഴപ്പമില്ല, നമ്മൾ മുന്നോട്ട് ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ താല്പര്യം. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നമ്മളിപ്പോൾ വേറെ ഒറ്റ പൊട്ട രീതിക്കുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാറില്ല. ഒക്കെ നല്ല രീതിക്ക് നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ കൂടുതലും നമ്മൾ ചെയ്യണമെന്ന് നമ്മുടെ ചാനലിൽ കേട്ടോ. അപ്പോൾ ഞാനിതുവരെ ഇതിപ്പോൾ ഈ ഒരു നൈറ്റ് ഇപ്പോൾ സമയം 10 മണി, ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ വന്നെടുക്കണം. എനിക്കിത് നിങ്ങളടുത്തൊന്ന് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബബ്ലൂസ് ഇപ്പോൾ നല്ല അലമ്പുണ്ടാക്കുന്നുണ്ട്. അവന് ഞാൻ പാല് കാച്ചി കൊടുക്കുന്ന സമയമാണ്. അതുവരെ ഞാൻ ചെയ്യാതെ ഞാൻ യൂട്യൂബിൽ ഞാനിപ്പോൾ വീഡിയോ അങ്ങനെ നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കുകയാണ്. അതിപ്പോൾ എനിക്കിപ്പോൾ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ്. ഒരിക്കലും മറ്റുള്ളൊരു വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഇടരുത്. എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് പറയണത്. പിന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വരുമ്പോൾ അവരുടെ വിചാരം കുറേ വരുമാനം നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. അങ്ങനെയൊന്നുമില്ല. ഒത്തിരി കടമ്പകൾ നമ്മൾ കടക്കാണ്ട്. പ്രത്യേകിച്ച് സാധാരണക്കാർ നമ്മളെ പോലുള്ളവർ ഫെമിലിയർ അല്ലെങ്കിൽ പോപ്പുലർ അല്ല, എന്താ പറയുക, ഭയങ്കര റിച്ചായിട്ടുള്ള ആൾക്കാരൊന്നല്ല, നമ്മൾ സാധാരണക്കാരാണ്. അപ്പം നമുക്ക് യൂട്യൂബിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കടക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. മുന്നോട്ട് ഞാൻ എല്ലാ വീഡിയോസും എൻ്റെ തന്നെ ആക്കുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ഒന്ന് എടുക്കണം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ എന്തൊക്കെ വീഡിയോസ് ഇടണം എന്ന് നിങ്ങൾ തന്നെ എന്നോട് നിർദ്ദേശിക്കുക. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ പറയാം, ആളും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. കാരണം നിങ്ങൾ എന്നെ മുന്നോട്ടും നിങ്ങൾ തന്നെ നയിക്കണം. ഒരു എന്താ പറയുക ആഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഒരിക്കലും മറ്റുള്ള വീഡിയോസ് ഇടാതിരിക്കുക. നമ്മുടെ വീഡിയോസ് തന്നെ ഇടാൻ പറ്റുന്ന അനുഭവം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത്. ഓക്കെ, നമ്മുടെ വീഡിയോ ഇത്തിരി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങുന്ന വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ സീ യു.